എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണ സാൻഡ്വിച്ചാണ്. അപ്പോൾ ട്യൂണ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട സാധനം ട്യൂണ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. പ്രധാനമായിട്ട് 2 ടൈപ്പ് ട്യൂണയാണ് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നത്. ഒന്ന് ഒലിവ് ഓയിലിലേക്കാണ് സാധാരണ എടുത്ത് വെക്കുന്നത്, അങ്ങനത്തെ കിട്ടും. അതുപോലെ തന്നെ ബ്രൈൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് അതിലിട്ടത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഉപ്പുവെള്ളം, അതിലിട്ട ട്യൂണ. അപ്പം ഞാൻ ട്യൂണയുടെ ക്യാനൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ട്യൂണയിലെ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ പീസുകൾ പോലെ ആയിരിക്കും ഇത് കിടക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ട്യൂണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുക്കുംബറാണ്. അപ്പോൾ ഞാനൊരു കപ്പ് അളവിൽ ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ സവാള ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്. ഓൾറെഡി നമ്മുടെ ട്യൂണയിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് വളരെ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അത് വേറെ ഒന്നുമല്ല, മയോണൈസാണ്. അപ്പോൾ ഞാനിവിടെ എഗ്ലെസ് മയോണൈസാണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ അളവിൽ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഫോമിലേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ട്യൂണ സാൻഡ്വിച്ച്. വലിയ കുക്കിങ്ങോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കാം. അപ്പം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.